തിരുവചനം തിരുവചനം. സകല ചരാചരങ്ങൾക്കും ജീവൻ നൽകിയ സർവശക്തനായ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് വചനം തിരുവചനത്തിലേക്ക് പ്രാർത്ഥനയോടെ നമുക്ക് പങ്കുചേരാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 6-ാം തിരുവചനം. ഒരുവനും തൻ്റെ ദുഷ്ടതയെക്കുറിച്ച് അനുതപിക്കുന്നില്ല. പടക്കളത്തിലേക്ക് പായുന്ന കുതിരയെപ്പോലെ ഓരോരുത്തരും അവനവൻ്റെ വഴിക്ക് പോകുന്നു. ആകാശത്ത് പറക്കുന്ന ഞാറപ്പക്ഷിക്ക് പോലും അതിൻ്റെ കാലമറിയാം. മാടപ്രാവും മീവൽ പക്ഷിയും തിരിച്ചു വരാനുള്ള സമയം പാലിക്കുന്നു. എൻ്റെ ജനത്തിനാകട്ടെ കർത്താവിൻ്റെ കൽപ്പന അറിഞ്ഞുകൂടാ. പാപത്തിൽ ജീവിക്കുന്ന, പൈശാചികമായ ബന്ധനത്തിലേർപ്പെട്ട ഒരു സമൂഹത്തോട്, ഒരു ജനതയോട് പ്രവാചകന്റെ ശക്തമായ ദൂതാണ് നമ്മൾ കേട്ടത്. ഈ ദൂത് നമ്മുടെ ജീവിതത്തിലും ഒന്ന് ചിന്തിക്കുന്നതും അതനുസരിച്ച് അനുസരണത്തോടുകൂടെ തിരികെ വരികയും ചെയ്യുവാൻ നമ്മുടെ ഹൃദയത്തിലും ഒരു മാറ്റമുണ്ടാവണം. പാപപങ്കിലമായ ജീവിതത്തിൽ നിന്ന്, പൈശാചികമായ ആ കൂട്ടുകെട്ടിൽ നിന്ന് ഒന്ന് തിരിഞ്ഞ് സൃഷ്ടാവായ ദൈവത്തിലേക്ക് തിരിയുവാനുള്ള ഒരു ആഹ്വാനം ഈ വചനത്തിലൂടെ നമുക്കും സ്വീകരിക്കാം. ഇതാ പ്രവാചകൻ പറയുകയാണ്, മീവൽ പക്ഷിയും മാടപ്രാവും ഒക്കെ അതിൻ്റെ കൂട്ടിലേക്ക് തിരിച്ചു വരുവാനുള്ള സമയം പാലിക്കുന്നു. എൻ്റെ ദൈവത്തിൻ്റെ ജനമോ കർത്താവിൻ്റെ കൽപ്പന അറിഞ്ഞുകൂടാതെ ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഗ്രാമപ്രദേശങ്ങളിൽ ജീവിച്ചിട്ടുള്ളവർക്കറിയാം, സന്ധ്യയാകുമ്പോൾ വയലിൽ നിന്ന് മൃഗങ്ങളെയൊക്കെ അഴിച്ചുവിടുമ്പോൾ അത് അതിൻ്റെ കൂടിലേക്ക് തന്നെ തിരികെ പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. കുരുവിയൊക്കെ സന്ധ്യയാകുമ്പോൾ അതിൻ്റെ കൂട്ടിലേക്ക് തിരികെ പോകുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിന് അതിൻ്റേതായ തിരിച്ചറിവുണ്ട്. എന്നാൽ ദൈവം തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തിരിഞ്ഞ് ആ പ്രകാശിക്കുന്ന മുഖമൊന്ന് കാണുവാൻ, ആ തേജസ് ഒന്ന് സ്വീകരിക്കുവാൻ പലപ്പോഴും മറന്നു പോകുന്നു. ഈ വചനം നമുക്കും സ്വീകരിക്കാം. ദൈവസന്നിധിയിലേക്ക് നോക്കിക്കൊണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, പാപത്തെ ഉപേക്ഷിച്ച് പൈശാചികമായ ബന്ധനത്തിൽ നിന്ന് വേർപെട്ട് ക്രിസ്തുയേശുവിൻ്റെ മക്കളായി നമുക്കും ജീവിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.